CPIM വിട്ട കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് TK ഗോവിന്ദൻ പാർട്ടി വിട്ടത്. 3 തവണ MLA ആയതിനു ശേഷം 4ാം തവണ ആ കസേരയിൽ ഭാര്യയെ ഇരുത്തുന്നത് ശരിയല്ല. ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നിൽ അഴിമതി നടത്താൻ ആണ് എന്നും TK ഗോവിന്ദൻ ആരോപിച്ചു. ആരുമായും ചർച്ച നടത്തിയിട്ടില്ലെന്നും UDF പിന്തുണ തന്നാൽ സ്വീകരിക്കുമെന്നും TK ഗോവിന്ദൻ പറഞ്ഞു. തളിപ്പറമ്പിൽ നടന്ന നീതികേടാണ്, പാർട്ടിയുടെ ധാർമ്മികതയ്ക്ക് ചേരാത്തതാണ്, പാർട്ടിയുടെ സംഘടനാ രീതിക്ക് ചേരാത്തതാണ്. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളെ എതിർക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സാധിക്കില്ല. തീരുമാനത്തിൽ പ്രതിഷേധിക്കാൻ ഞാൻ വേണ്ടി വന്നാൽ തളിപ്പറമ്പ് മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ചുകൊണ്ട് ഇതിനെ ഞാൻ പ്രതിഷേധിക്കും. 2 ടേമല്ല, 3 ടേമായിട്ട് MLA ആയിട്ട് 4ാമത്തെ ടേം അതെൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കണം. എൻ്റെ ഭാര്യ അതിൻ്റെ അർത്ഥം എന്താ? 4ാമത് ഞാനായിരിക്കണം. പക്ഷേ ഇപ്പോൾ സെക്രട്ടറി ആയതുകൊണ്ട് ആവാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഭാര്യനെ MLA ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ശ്രമം നടന്നു. ഞാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ UDF എന്നെ പിന്തുണക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ UDFൻ്റെ പിന്തുണയും ഞാൻ സ്വീകരിക്കും. PK ശ്യാമളയ്ക്കെതിരെ ആന്തൂരിലെ വ്യവസായി സാജന്റെ ആത്മഹത്യാ വിഷയവും TK ഗോവിന്ദൻ ഉയർത്തി. താങ് നഗരസഭാ ചെയർപേഴ്സൺ കസേരയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അനുമതി കൊടുക്കില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് സാജൻ ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യയ്ക്ക് ശേഷം PK ശ്യാമളയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ടായെന്നും TK ഗോവിന്ദൻ പറഞ്ഞു. അതായത് ആന്തൂരിലെ സാജന്റെ മരണം എനിക്കാണ് അടുത്ത പാർട്ടി ചുമതല, ഏരിയ കമ്മിറ്റിയുടെ ചുമതല. സാജന്റെ മരണം നടന്നു. ആന്തൂരിൽ പറശ്ശിനിക്കടലും ആന്തൂരുമുള്ള ജനങ്ങളാകെ വയലൻ്റായി നിൽക്കുകയാണ്. വയലൻ്റായിട്ട് ജനങ്ങളാകെ അദ്ദേഹത്താണ് എങ്ങനെ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ മരണത്തിൻ്റെ ഉത്തരവാദി വൈസ് ചെയർമാനാണ്, ശ്യാമള ടീച്ചറാണ് ഉത്തരവാദി എന്ന പ്രചരണം വ്യാപകമായി വന്നു. പുറത്തിറങ്ങി നടക്കാൻ ശ്യാമള ടീച്ചർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രചരണമാണ് ഉയർന്നു വന്നത്. R. ശ്രീജിത്ത്, അജീഷ് ജയകുമാറും വിശദാംശങ്ങളുമായി. ആദ്യം R. ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത് മുതിർന്ന നേതാവാണ്, പ്രത്യേകിച്ച് മലപ്പട്ടത്തെയൊക്കെ മുതിർന്ന നേതാവാണ്. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ നിസ്സാരമായ ആരോപണങ്ങളല്ല, വളരെ ഗുരുതരമായ ആരോപണങ്ങൾ പറയുകയാണ്. അതിൽ MV ഗോവിന്ദനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം ഇന്ന് സംസാരിച്ചത് എന്നുള്ളതും നമുക്കറിയാം. പഴയ വിഷയങ്ങൾ, ആന്തൂർ വിഷയങ്ങളൊക്കെ ഉൾപ്പെടെ പറയുകയാണ്. പയ്യന്നൂരിൽ സംഭവിച്ചതിൽ എന്താണ് പാർട്ടിക്ക് അവിടെ തെറ്റുപറ്റിയത് എന്ന് പറയുകയാണ്. അത്തരത്തിലേക്ക് ഗുരുതരമായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ദീർഘമായ വാർത്താ സമ്മേളനം. ഇത് ഒരു നിസാര വിഷയം എന്ന തരത്തിലേക്ക് പാർട്ടിക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ലല്ലോ. പ്രത്യേകിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരെ അദ്ദേഹം ഇത്ര ഗുരുതരമായ അഴിമതി ആരോപണം ഉൾപ്പെടെ ഉന്നയിച്ചു എന്നുള്ളത് എത്രത്തോളം ഗൗരവതരമാണ്? കേരളത്തിലെ CPIMന്റെ നെടുങ്കോട്ട എന്ന് അവകാശപ്പെടുന്ന കണ്ണൂരിൽ ഏകശിലാരൂപമായി നേതൃതലം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സ്ഥലമെന്ന് പറയുന്ന അവകാശപ്പെടുന്ന കണ്ണൂരിൽ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പാർട്ടിയെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസക്തി. കേവലം തളിപ്പറമ്പിൽ വിമതനായി മത്സരിക്കുമെന്ന പ്രസ്താവന മാത്രമല്ല TK ഗോവിന്ദൻ നടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ആരുടെയെങ്കിലും പിന്തുണ സ്വീകരിക്കുന്നു എന്ന നിലയിലേക്കല്ല ഈ വിഷയത്തെ ചുരുക്കി കാണേണ്ടത്. മറിച്ച് TK ഗോവിന്ദൻ ഉന്നയിച്ച ആക്ഷേപങ്ങളുടെ ഗുരുതരമായ സ്വഭാവം അതുതന്നെയാണ് ഈ വാർത്താ സമ്മേളനത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നൊരു കാര്യം. CPIMന്റെ സമീപകാല ചരിത്രത്തിൽ ഒന്നുമില്ലാത്ത വിധം CPIMന്റെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഒരു ജില്ലാ സെക്രട്ടറി രംഗം പരസ്യമായി വാർത്താ സമ്മേളനം വിളിച്ച് അഴിമതി ആരോപണം നടത്തുകയാണ്. ആ അഴിമതി ആരോപണം എന്തിനെ സംബന്ധിച്ചാണ് എന്നതും ഇവിടെ പ്രസക്തമാണ്. കാരണം CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ, കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായ PK ശ്യാമളയെ തളിപ്പറമ്പിൽ മത്സരിക്കുന്നതിന് പേരിൽ അഴിമതിയാണ് എന്നാണ് TK ഗോവിന്ദൻ ആരോപിക്കുന്നത്. നേരത്തെ പയ്യന്നൂരിൽ എക്സാറ്റ് ഫണ്ട് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉയർന്നു. അത് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ തളിപ്പറമ്പിലും അണപൊട്ടിയിരിക്കുന്നത്. അവിടെ രംഗത്ത് വന്നിരിക്കുന്നത് CPIMന്റെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ നേതൃഘടനയായ ജില്ലാ സെക്രട്ടേറിയറ്റിലെ സീനിയറായ ഒരു അംഗമായ TK ഗോവിന്ദൻ തന്നെയാണ്. ഇതോടൊപ്പം തന്നെ കണ്ണൂരിലെ പാർട്ടിക്കകത്ത് ഈ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവുമായി മറ്റും ബന്ധപ്പെട്ട് വരുന്ന അതൃപ്തിയുടെ ഏറ്റവും വലിയ ബഹിർസ്ഫുരണമായി കൂടി ഈ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കാണേണ്ടത്. അങ്ങനെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാർട്ടിയുടെ നേതൃതലത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് TK ഗോവിന്ദൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രംഗത്ത് വരുമ്പോൾ അത് CPIMന് കേരളത്തിലാകെ തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അനുജ.
അജീഷ് ജയകുമാറിലേക്ക് കൂടി. അജീഷ്, ഇപ്പോൾ ഈ ആദ്യം ഘട്ടം സ്ഥാനാർത്ഥികളെ ഏറ്റവും ആദ്യം തന്നെ പ്രഖ്യാപിച്ച് പ്രചാരണ രംഗത്തേക്കൊക്കെ ഇറങ്ങി ആദ്യ ലാപ്പിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ ഇങ്ങനെ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട്, അതും അങ്ങേയറ്റത്തെ ഗൗരവ സ്വഭാവത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തളിപ്പറമ്പിൽ ഈ പാർട്ടിയെ ബാധിക്കാൻ പോകുന്നത്? നമുക്കറിയാം, തളിപ്പറമ്പ് പാർട്ടിയുടെ കോട്ടയാണ്. അവിടെ ഒരു കാരണവശാലും മറ്റൊരു പാർട്ടി ജയിക്കുന്നതിനെ കുറിച്ച് ഈ ഘട്ടത്തിലൊന്നും ചിന്തിക്കാൻ പോലും കഴിയുന്നതുമല്ല. എങ്കിൽ പോലും ഇത് ദോഷം ചെയ്യുമോ എന്ന അങ്ങനെ ഒരു വിലയിരുത്തൽ അവിടെ നിന്നുണ്ടാകുന്നുണ്ടോ? കൂടുതൽ പേർ ഈ അഭിപ്രായമുള്ളവരായി പാർട്ടിയിൽ ഉണ്ടോ? അങ്ങനെ പുറത്തേക്ക് വരാനുള്ള സാധ്യത അതൊക്കെ എത്രത്തോളമാണ്? അനുജ, നമുക്ക് ഈ ടി കെ ഗോവിന്ദൻ മാസ്റ്ററുടെ ഈ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നു. അദ്ദേഹം 60 വർഷത്തെ പാർട്ടി ബന്ധമുണ്ട്. അദ്ദേഹം SFIയിലൂടെ ഈ പാർട്ടിയിലേക്ക് വന്നയാളാണ്. മാത്രമല്ല 25 വർഷത്തോളം ഏരിയ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന ആളാണ്. ശ്രീകണ്ഠാപുരത്ത് 20 വർഷവും ഐയിൽ ഏരിയ കമ്മിറ്റിയിൽ 5 വർഷവും ഏരിയ സെക്രട്ടറി ആയിരുന്ന ആളാണ്. ഹാൻവീവ് അടക്കമുള്ള പല കോർപ്പറേഷനുകളിലും അദ്ദേഹം ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും അദ്ദേഹത്തിന് MLA ആയിരിക്കും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു അവസരം പാർട്ടി കൊടുത്തില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് അദ്ദേഹം 76 വയസ്സ് ആകുന്നു ടി കെ ഗോവിന്ദൻ മാസ്റ്റർക്ക്. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഒരു സീറ്റ് കിട്ടുമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അത് ചില ആളുകളോട് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ തളിപ്പറമ്പിൽ ഒരു വനിതാ കാൻഡിഡേറ്റിന്, ഒരു വനിതാ സ്ഥാനാർത്ഥി എത്തുന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം അത് എതിർത്തൊന്നുമില്ല. പക്ഷേ ഈ PK ശ്യാമളയെ അവിടെ സ്ഥാനാർത്ഥിയായി വന്നത് മുതൽ അവിടെ ഈ പാർട്ടിക്കകത്ത്, അത് ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റിയിലടക്കം വലിയ രീതിയിലുള്ളൊരു വിമർശനം ഉയർന്നിരുന്നു. അത് MV ഗോവിന്ദന്റെ ഭാര്യ ആയതുകൊണ്ടാണ് അവർക്ക് ഈ സ്ഥാനാർത്ഥിത്വം നൽകിയത് എന്നൊരു വിമർശനം ഉണ്ടായിരുന്നു. ആ വിമർശനം ഉണ്ടായ ഘട്ടത്തിലും അവരെ മാറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ ടി കെ ഗോവിന്ദൻ മാസ്റ്റർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ അവസാന ഘട്ടത്തിൽ ഇന്നലെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചപ്പോഴാണ് ഇനി ഒരു അവസരം ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കി പാർട്ടിക്കെതിരെ രൂക്ഷമായ വിമർശനം, താൻ നേരിട്ട അവഗണനകൾ, അനീതികളൊക്കെ ചൂണ്ടിക്കാണിച്ച് പുറത്തു വരാൻ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ തീരുമാനിച്ചു. അതിന് പിന്നാലെയാണ് ഇന്നലെ ഒരു ദിവസം കൊണ്ട് അത് പല രീതിയിൽ പല നേതാക്കളുമായൊക്കെ ചർച്ച നടത്തിയതിന് ശേഷമാണ് അദ്ദേഹം അവിടെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചത്. അനുജ പറഞ്ഞതുപോലെ തന്നെ തളിപ്പറമ്പ് എന്ന് പറയുമ്പോൾ CPMന്റെ കോട്ട തന്നെയാണ്. കാരണം ആന്തൂര്, മലപ്പട്ടം പോലെയുള്ള CPMന്റെ അപ്രമാദ്യമുള്ള സ്ഥലങ്ങളുള്ള പ്രദേശമാണ്. മാത്രമല്ല വർഷങ്ങളായി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും 20,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാത്രം MV ഗോവിന്ദൻ മത്സരിച്ചപ്പോൾ മാത്രമാണ് ഭൂരിപക്ഷം വളരെ കുറഞ്ഞ് 20,000-ലേക്ക് എത്തി. അതിന് മുമ്പൊക്കെ തന്നെ 40,000, 50,000 ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന ഒരു മണ്ഡലമാണ് തളിപ്പറമ്പ്. ആ തളിപ്പറമ്പ് പോലുള്ള ഒരു മണ്ഡലത്തിൽ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുന്നത് അത് പാർട്ടിയിൽ തനിക്ക് നേരിട്ട അനീതിക്കെതിരെ ഒരു പ്രതിഷേധമായിട്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കാരണം ഇത്രയും കാലം താൻ ഈ ആന്തൂരിലെ ഈ സാജന്റെ ആത്മഹത്യ മുതൽ അന്ന് മുതലാണ് MV ഗോവിന്ദന്റെ കണ്ണിലെ കരടായി താൻ മാറുന്നത്. താൻ മാത്രമല്ല പല നേതാക്കളും ഇത്തരത്തിൽ അവഗണിക്കപ്പെടുന്നുണ്ട്, ഒറ്റപ്പെടുത്തുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെതിരെയൊക്കെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ ഈ പ്രതിഷേധം ഉന്നയിച്ചിരുന്നെങ്കിലും വിമർശനമൊക്കെ ഉന്നയിച്ചിരുന്നെങ്കിലും ഇതൊന്നും ഫലം കാണാതെ വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു കടുങ്കൈ തീരുമാനത്തിലേക്ക് എത്താൻ താൻ പ്രേരിപ്പിക്കപ്പെട്ടതെന്ന് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും 60 വർഷം നീണ്ട ബന്ധം ഒഴിവാക്കി അദ്ദേഹം പാർട്ടി വിട്ട് പുറത്തു വരുമ്പോൾ അദ്ദേഹം ചില കണക്കുകൂട്ടലുണ്ട്. തളിപ്പറമ്പിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ അദ്ദേഹം കണക്കുകൂട്ടുന്നുണ്ട്. PK ശ്യാമളയ്ക്കെതിരെ പാർട്ടിക്കകത്തു നിന്ന് തന്നെയുള്ള എതിർപ്പുകൾ അത് മുതലാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടുന്നുണ്ട്. UDFന്റെ പിന്തുണ കൂടി അദ്ദേഹം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. UDFും അത്തരത്തിലുള്ളൊരു നീക്കത്തിന് പിന്നാലെയാണ് പോകുന്നത്. തളിപ്പറമ്പ് സീറ്റിൽ ഒഴിച്ചു നിർത്തി മറ്റു മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള ഒരു നീക്കത്തിനാണ് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി നീക്കം നടത്തുന്നത്. അവിടെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചവരുന്നെയൊക്കെ അനുനയിപ്പിച്ചുള്ള നീക്കങ്ങൾ കോൺഗ്രസ് നടത്തുന്നുണ്ട്. എന്തായാലും തളിപ്പറമ്പിൽ ഇത്തരത്തിൽ ഇത്തവണ ഒരു ട്വിസ്റ്റ് നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ടി കെ ഗോവിന്ദൻ മാസ്റ്ററും പോകുന്നത്. കോട്ടയാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരിക്കൽ അത് ഇളകും എന്നൊരു പ്രതീക്ഷയിലാണ് അദ്ദേഹം ഉള്ളത്. ഇദ്ദേഹം ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ പി കെ ശ്യാമളയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച സമയത്ത് ജില്ലാ സെക്രട്ടേറിയറ്റിൽ P ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, അതിൽ ഭൂരിഭാഗം നേതാക്കളും ഈ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തു എന്നാണ്. പക്ഷേ MV ഗോവിന്ദൻ തന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ അനാവശ്യമായിട്ടുള്ള പിടിവാശി കാണിച്ചു എന്നുള്ളൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല ഈ കുഞ്ഞികൃഷ്ണന്റെ പയ്യന്നൂരിലെ വിഷയത്തിലും അദ്ദേഹം ചില ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ കണക്കുകൾ സംബന്ധിച്ച് നേരിട്ട് കാര്യങ്ങൾ അറിയില്ലെങ്കിൽ പോലും എന്തിനാണ് ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയത്, അതിൽ എന്തെങ്കിലും കുഴപ്പമില്ലാതെ അങ്ങനെ തരം താഴ്ത്തുമോ എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം ആ വിഷയത്തിലും ഉന്നയിക്കുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ളൊരു പ്രതിസന്ധിയിലൂടെയാണ് കണ്ണൂരിലെ പാർട്ടി കടന്നു
കടന്നു പോകുന്നത്. ആദ്യം പയ്യന്നൂരിൽ, ഇപ്പോൾ തളിപ്പറമ്പിൽ ടി.കെ. ഗോവിന്ദൻ മാസ്റ്റർ, കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മുതിർന്ന സീനിയർ സെക്രട്ടേറിയറ്റ് മെമ്പർ, CPM വിട്ട് പുറത്തിറങ്ങി സ്വതന്ത്രനായി മത്സരിക്കുന്നു. അനുജ, അതാണ് ആർ ശ്രീജിത്ത്. ഇപ്പോൾ അദ്ദേഹം മത്സരിക്കാൻ അദ്ദേഹത്തിന് സീറ്റ് കിട്ടാത്തത് കൊണ്ടുള്ള കൊതിക്കെറിവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാർട്ടി ഇതിനെ തള്ളിക്കളയാനുള്ള സാധ്യതയാണോ നമ്മൾ ഇനി കാണേണ്ടത്? അദ്ദേഹം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയല്ലേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിൽ ആന്തൂർ ഉൾപ്പെടെ മുൻപ് നടന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പി ജയരാജനെ വേട്ടയാടുന്നു ഈ വിഷയത്തിൽ. അപ്പോൾ ഇവിടെയും ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെയും പി ജയരാജൻ എതിർപ്പ് ഉന്നയിച്ചതാണ് എന്നൊക്കെ ആ പേര് പലകുറി അദ്ദേഹം എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതിലൊക്കെ ഒരു വിശദീകരണമോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മറുപടിയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ, പ്രത്യേകിച്ച് MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്ന്? അനുജ, സംഘടനാപരമായും രാഷ്ട്രീയപരമായും ഏറ്റവും സൗഭദ്രമായ ജില്ലാ ഘടകമെന്ന് അവകാശപ്പെടുന്ന കണ്ണൂരിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി.കെ. ഗോവിന്ദൻ ശക്തമായ വിമർശനങ്ങൾ ഉയർത്തി രംഗത്ത് വന്നിരിക്കുന്നത്. ഇവിടെ കേവലം സ്ഥാനാർത്ഥിത്വം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള പ്രശ്നം മാത്രമല്ല, മറിച്ച് കണ്ണൂരിലെ പാർട്ടിക്കകത്ത് നിറഞ്ഞു പൊന്തുന്ന നിരവധിയായ പ്രശ്നങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി വേണം ഇത് കാണാൻ. ആന്തൂർ മുതൽ ഇങ്ങോട്ട് നിരവധി പ്രശ്നങ്ങൾ കണ്ണൂരിലെ ജില്ലാ ഘടകത്തിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട്. ആന്തൂരിലെ തെറ്റായ രീതികളെയൊക്കെ ചോദ്യം ചെയ്ത് അന്നവിടെ സാദിൻ എന്ന പ്രവാസി വ്യവസായിയുടെ സംരംഭത്തിന് അനുമതി കൊടുക്കുന്നതിൽ വന്ന വീഴ്ചയെപ്പറ്റിയൊക്കെ ധാരാളം വിമർശനങ്ങൾ ഉയർന്നെങ്കിലും അവരെയൊക്കെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനമായിരുന്നു നേതൃത്വം സ്വീകരിച്ചത്. ഇവിടെ പി.കെ. ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഇടപെടലും അതിലെ അനാവശ്യമായിട്ടുള്ള ചില നീക്കങ്ങളുമാണ് വിമർശന വിധേയമായിരിക്കുന്നത്. പി.കെ. ശ്യാമള CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. നേരത്തെ മഹിളാ പ്രവർത്തകയാണ്. മറ്റ് DYFI അടക്കമുള്ള സംഘടനകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതെല്ലാം ശരി തന്നെ. എന്നാൽ ഇത്തരമൊരു MV ഗോവിന്ദൻ ഒഴിയുമ്പോൾ അവിടെ പി.കെ. ശ്യാമളയെ തന്നെ നിയമിക്കണോ എന്ന ചോദ്യമാണ് CPM-നകത്ത് ഉയരുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായൊരു സംഭവം അരങ്ങേറി. അത് പാലക്കാട് ജില്ലയിലെ തരൂർ സീറ്റിൽ AK ബാലന്റെ ഭാര്യ ഡോക്ടർ PK ജമീലയെ മത്സരിപ്പിക്കാനുള്ള നീക്കമായിരുന്നു. അവിടെ PK ജമീലയുടെ പേര് ഉയർന്നു വന്നപ്പോൾ എല്ലാം CPM സംസ്ഥാന സെക്രട്ടറി വന്നപ്പോൾ അക്കാര്യത്തിൽ AK ബാലൻ തന്നെ പറയുകയായിരുന്നു, എൻ്റെ ഭാര്യയെ മത്സരിപ്പിക്കേണ്ടതില്ല, കുടുംബത്തിൽ നിന്ന് ഞാനോ ആരും മത്സരിക്കുന്നില്ല എന്ന നിലപാടെടുക്കുകയായിരുന്നു. അതുപോലൊരു നിലപാട് എന്തുകൊണ്ട് MV ഗോവിന്ദൻ എടുത്തില്ല എന്ന ചോദ്യമാണ് പാർട്ടിക്കകത്ത് ആകെ ഉയരുന്നത്. ആ ചോദ്യമാണ് ഇന്ന് ടി.കെ. ഗോവിന്ദനും പുറത്തുന്നയിക്കുന്നത്. അപ്പോൾ ഈ മത്സരിപ്പിക്കാനുള്ള ഇടപെടലിന് പിന്നിൽ മറ്റു താല്പര്യങ്ങളുണ്ട്, അഴിമതി താല്പര്യങ്ങളുണ്ട് എന്ന ആക്ഷേപമാണ് MV ഗോവിന്ദന് നേരെ ഉയരുന്നത്. ഇതുവരെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായിട്ടില്ല. അതാണ്, അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ഇപ്പോൾ പാർട്ടിയുമായി കലഹിച്ചുകൊണ്ട് അടുത്ത മുതിർന്ന നേതാവ് കൂടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.